മയൂരിൻ്റെ ഫ്ലാറ്റിൽ ഫംഗ്ഷൻ തുടങ്ങാറായി. ശ്രീനാഥും കലയും മുത്തശ്ശിയും മയൂരും മാത്രമേ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം 7 മണിക്കാണ് ഫംഗ്ഷൻ തീരുമാനിച്ചിരുന്നത്. ഏകദേശം 6:45 തമ്പുരുവും മെറിനും കൂടി ചെറിയ ഒരു ഗിഫ്റ്റും വാങ്ങി ഫ്ലാറ്റിലേക്ക് കയറി ചെന്നു. ജാനി വരില്ലേ മോളെ? നിരാശയോടെ മുത്തശ്ശി ചോദിച്ചു. അതിന് ഒരു മറുപടിയും പറയാതെ തമ്പുരു തല കുമ്പിട്ട് നിന്നു. വരില്ലായിരിക്കും. എന്നോട് ക്ഷമിക്കാനോ പൊറുക്കാനോ ആ കുട്ടിക്ക് കഴിയില്ല, നിറമിഴികളോടെ മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്ക് എന്താ? എന്തിനാ എൻ്റെ മുത്തശ്ശി കരയണേ? ഇത്രയും നാൾ അവള് വന്നിട്ടാണോ മുത്തശ്ശി പിറന്നാൾ ആഘോഷിച്ചിരുന്നത്? മുത്തശ്ശി അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞത് തന്നെ വലിയ തെറ്റാണ്. എന്തിന് അവളുടെയൊക്കെ കാല് പിടിച്ചു? അതിനു മാത്രം തെറ്റൊന്നും എൻ്റെ മുത്തശ്ശി ചെയ്തിട്ടില്ല. അവളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. വാ മുത്തശ്ശി, ഇനി ആരെയും കാത്തു നിൽക്കണ്ട, മയൂർ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശിയുടെ കവളിൽ കണ്ണീർ ചാലിട്ടൊഴുകി. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ മുത്തശ്ശി കരയണേ? ചേച്ചി വന്നില്ലെങ്കിൽ എന്താ, ഞാൻ വന്നില്ലേ? മുത്തശ്ശിയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് തമ്പുരു പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ വാരിപ്പുണർന്നു. ഈ ജന്മത്തിൽ എൻ്റെ കണ്ണൻ്റെ മകളുടെ കൂടെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. മുത്തശ്ശി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. മാണിക്യശ്ശേരിയിലെ ഭഗവതിയായിട്ടാണ് ഈ 80ാം പിറന്നാളിന് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തെത്തിച്ചത്. ഇനി ആരെയും കാത്തു നിൽക്കണ്ട അമ്മേ, നമുക്ക് കേക്ക് മുറിക്കാം, ശ്രീനാഥ് പറഞ്ഞു. ജാനി വന്നില്ലല്ലോ എന്നോർത്ത് മുത്തശ്ശി പിന്നെയും ഡോറിനടുത്തേക്ക് നോക്കി. എന്നിട്ട് നിരാശയോടെ നൈഫ് എടുത്ത് കേക്ക് മുറിക്കാൻ ആഞ്ഞതും പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. കയ്യിൽ ചെറിയൊരു ഗിഫ്റ്റ് പാക്കറ്റും പിടിച്ചു നിൽക്കുന്ന ജാനിയെയാണ് അവർ കണ്ടത്. ജാനിയെ കണ്ടതും മുത്തശ്ശി നൈഫ് താഴെ വെച്ച് നേരെ ജാനിയുടെ അടുത്തേക്ക് ഓടി. വാ മോളെ, എന്നാലും എൻ്റെ മോള് വന്നല്ലോ. മുത്തശ്ശിക്ക് സന്തോഷായി കേട്ടോ. ജാനിയുടെ കൈ പിടിച്ച് മുത്തശ്ശി ഹാളിലേക്ക് കൊണ്ടുവന്നു. മയൂരൊഴിച്ച് ബാക്കി എല്ലാവരിലും ജാനിയുടെ വരവ് സന്തോഷം ജനിപ്പിച്ചു. അവൻ്റെ മുഖത്ത് ഒട്ടും സന്തോഷമുണ്ടായില്ല. ദേഷ്യം മുഖത്തേക്ക് ഇരച്ചു കയറി ജാനിയെ അടിമുടി നോക്കി ദഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മയൂർ അപ്പോൾ അവിടെ. കേക്ക് മുറിക്കലും വിതരണം ചെയ്യലുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ജാനി മുത്തശ്ശിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു മൈ ഡിയർ. അത് പറയുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മെറിനും തമ്പുരുവും കൂടി അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് മുത്തശ്ശിക്ക് നൽകി. പിറന്നാളിൻ്റെ ഫുഡ് കാറ്ററിങ്ങിൽ ഏൽപ്പിച്ചതിനാൽ ഫുഡ് വരാൻ അല്പം സമയം വൈകി. ആ സമയം എല്ലാവരും ഫ്ലാറ്റിൻ്റെ പല ഭാഗത്തേക്ക് പോയി. ജാനി മറ്റാരെയും മൈൻഡ് ചെയ്യാതെ നേരെ പോയത് ബാൽക്കണിയിലേക്കാണ്. ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൾ അവളുടെ ബാൽക്കണിയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് കഴുത്തിൻ്റെ പിന്നിൽ ഒരു ചുടുനിശ്വാസം അറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. കത്തിജ്വലിക്കുന്ന കണ്ണുകളോടെ ജാനിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന മയൂരിനെയാണ് അവൾ കണ്ടത്. നീ ആരാ നാടി നിന്റെ വിചാരം? ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ കൊണ്ട് നിന്റെ കാല് പിടിപ്പിക്കാൻ മാത്രം അധപതിച്ചു പോയോടി നിന്റെ മനസ്സ്? ജാനിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മയൂർ പറഞ്ഞു. അവൻ്റെ സംസാരത്തിലും നോട്ടത്തിലും ഒന്ന് പകച്ചു പോയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. അവൻ്റെ അതേ നോട്ടം അവൾ തിരിച്ചും അവനെ നോക്കി. ഞാൻ ആരോടും എൻ്റെ കാല് പിടിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ കാല് പിടിച്ചതൊക്കെ നിങ്ങളുടെ മുത്തശ്ശിയുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കാല് പിടിച്ചു മാപ്പു പറഞ്ഞെങ്കിലേ കൊച്ചമ്മ ഫംഗ്ഷന് വരൂ. നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. മുത്തശ്ശിയല്ല, നിന്നോട് ക്രൂരത മുഴുവൻ ചെയ്തത് ഞാനാണ്. ശരിയാണ്, എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് കരുതി അതിൻ്റെ പേരിൽ മുത്തശ്ശിയുടെ മെക്കിട്ട് കയറാൻ നിന്നാൽ പൊന്നുമോളെ നീ വിവരമറിയും. അവൻ അല്പം ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. തുടങ്ങിയോ രണ്ടാളും കൂടി കടിപിടി കൂടാൻ? പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. പിന്നിൽ അവരെയും നോക്കി കൂർപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മയൂരി. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇന്ന് ഒരു നല്ല ദിവസമായിട്ട് വെറുതെ മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ. എപ്പോഴും ചെറിയ കുട്ടികളാണെന്നാണ് നിങ്ങളുടെ വിചാരം. വെറുതെ ടോം ആൻഡ് ജെറി കളിച്ച് നടക്കുകയാ ഇപ്പോഴും രണ്ടുപേരും. 15 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമാണെന്നുള്ള വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? മയൂരി അല്പ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനൊരു പ്രശ്നത്തിനും പോകുന്നില്ല. പിന്നെ മുത്തശ്ശിയെ കൊണ്ട് ഇവളുടെ കാല് പിടിപ്പിച്ചത് വലിയ തെറ്റായി പോയി എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇനിയും പറയും.
അവൻ മയൂരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ആരെക്കൊണ്ടും നിർബന്ധിച്ച് എൻ്റെ കാല് പിടിപ്പിച്ചിട്ടില്ല. പിന്നെ കാല് പിടിച്ചു എന്ന് തറപ്പിച്ച് പറയുന്നവരോട് ഒരു ചോദ്യം. നിങ്ങൾ ആരെങ്കിലും കണ്ടോ മുത്തശ്ശി എൻ്റെ കാല് പിടിക്കുന്നത്? കാല് പിടിക്കാൻ മുത്തശ്ശി കുനിഞ്ഞപ്പോഴേക്കും ഞാൻ ചാടി എഴുന്നേറ്റ് മാറി നിന്നു. പിന്നെ കാല് പിടിച്ച കഥയൊക്കെ പാട്ടായ വഴിയൊക്കെ എനിക്ക് മനസ്സിലായി. ഇയാളുടെയല്ലേ വിത്ത്, ആ ഗുണം അവൾ കാണിക്കാതിരിക്കില്ല, ജാനി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, ഇനി ഇതിൻ്റെ പേരിൽ തമ്പുരുമോളെ കുറ്റപ്പെടുത്തിക്കോ? കണ്ട കാര്യം ആ കുട്ടി എന്നോട് പറഞ്ഞു. ഇനി അവളെ ഇതിൻ്റെ പേരിൽ ക്രൂശിച്ചാലുണ്ടല്ലോ, മയൂരും വിട്ടുകൊടുക്കാൻ പോയില്ല. അതെ, ഞാനാണല്ലോ മറ്റുള്ളവരെ ക്രൂശിക്കുന്നത്. ഞാനാണല്ലോ ഇപ്പോൾ വില്ലത്തി. അവസാനം ഞാൻ മാത്രം ഒറ്റപ്പെട്ടു. ഞാൻ ചെറുപ്രായത്തിൽ അനുഭവിച്ച വേദനകൾക്കൊന്നും ഒരു വിലയും ഇല്ലാതായി. മറ്റുള്ളവരെല്ലാം വെള്ള പൂശി മര്യാദക്കാരായി. ഞാൻ മാത്രം വില്ലത്തിയുമായി, ജാനി അല്പം സങ്കടത്തോടെ പറഞ്ഞു. നീ അനുഭവിച്ച വേദനകളുടെ ആഴവും പരപ്പുമെല്ലാം ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സ്വബോധമില്ലാതെ നിന്നോട് ചെയ്ത ക്രൂരതകളും സ്വബോധത്തോടുകൂടി നിന്നെ ഉപേക്ഷിച്ചതുമെല്ലാം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം ജാനി, എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ തന്നെയാണ് പെരുമാറുക. ഗാഢമായ ഒരു നിദ്രയിൽ നിന്നും ഉറക്കമുണർന്ന ഞാൻ അറിയുന്നത് പുതിയ കാര്യങ്ങളാണ്. അതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണ് ഭാര്യയാണെന്നും വിവാഹം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ മനസ്സ് മനസ്സിലാക്കാതെ നിന്നെ ഉപേക്ഷിച്ചത് തെറ്റായിപ്പോയി, വലിയ തെറ്റ്. പക്ഷേ എത്ര വലിയ തെറ്റിനും ഒരു മോക്ഷമില്ലേ ജാനി? എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാനും സ്വീകരിക്കാനും തയ്യാറായിരുന്നു. പക്ഷേ നീയല്ലേ അന്ന് എന്നെ അവഗണിച്ചത്. സ്വന്തം മകൾ കൺമുന്നിൽ വളർന്നിട്ടും നിന്റെ വാശി ജയിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം നിന്റെയും നമ്മുടെ മകളുടെയും കൺമുന്നിൽ വരാതിരുന്നത്. അതുകൊണ്ട് നഷ്ടം സംഭവിച്ചത് പൂർണ്ണമായും നമ്മുടെ മകൾക്ക് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ ആ പാവത്തിന് നഷ്ടപ്പെട്ടു, മയൂർ സങ്കടത്തോടെ പറഞ്ഞു. ആഹാ, കഥ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചോ? വളരെ നന്നായി. ഇപ്പോൾ എന്നെ വില്ലത്തിയാക്കി. സ്നേഹസമ്പന്നരായ മാണിക്കശ്ശേരിയിലെ വീട്ടുകാരുടെ സ്നേഹം കാണാതെ പോയവൾ, സ്വന്തം മകൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിഷേധിച്ചവൾ. വളരെ നന്നായിട്ടുണ്ട് മയൂർനാഥ് നിങ്ങളുടെ കഥ. പഴയ കാമുകി തേച്ചൊട്ടിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് ഭാര്യയെയും കുഞ്ഞിനെയും ഓർമ്മ വന്നത്? അതെന്താ കഥയിൽ ഉൾപ്പെടുത്താഞ്ഞേ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. മതി, നിർത്ത്. നിങ്ങൾ പരസ്പരം ചെളി വാരി എറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക. പക്ഷേ മകളുടെ കാര്യത്തിൽ മാത്രം ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്തുക, മയൂരി രണ്ടാളോടുമായി പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അവർ പരസ്പരം നോക്കി നിന്നു. മതി നോക്കി നിന്നത്. മുത്തശ്ശി നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്തോ സീരിയസ് മാറ്റർ സംസാരിക്കാനാ. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, ഈ പാവത്തിന്റെ കല്യാണക്കാര്യമാണേ, മയൂരി അല്പം നാണത്തോടെ പറഞ്ഞു. മയൂരിയുടെ ഈ സംസാരം ജാനിയുടെ ചുണ്ടിലും ചിരി വിരിയിച്ചു. അത് മയൂരിലേക്കും പകരുന്നുണ്ടായിരുന്നു. അടുത്ത മാസം 12-നാണ് മയൂരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം മാണിക്കശ്ശേരിയിൽ നടക്കുന്ന ഒരു ശുഭകാര്യമാണത്. പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് സന്തോഷമായി ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുക. അതാണ് നമ്മൾ മയൂരിക്ക് കൊടുക്കുന്ന പ്രഷ്യസ് ഗിഫ്റ്റ്, മുത്തശ്ശി ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. 31 വയസ്സുകാരിയായ മയൂരിക്ക് അമേരിക്കയിൽ എഞ്ചിനീയറായ അതുൽ വർമ്മയാണ് വരൻ. ഈ വിവാഹം തികച്ചും അറേഞ്ച്ഡ് മാരേജ് ആണ്. പിന്നെയും ദിവസങ്ങൾ ഓടിമറിഞ്ഞു. ജാനിയുടെ മനസ്സിലെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല. പക്ഷേ അവൾ പിന്നെ ആരോടും വഴക്കിനൊന്നും പോയില്ല. ഒരു ദിവസം പാതിരാത്രി മയൂരിൻ്റെ ഫ്ലാറ്റിലെ കോളിംഗ് ബെൽ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. ഉറക്കച്ചടവോടെ എണീറ്റ് വാതിൽ തുറന്ന മയൂർ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ആരായിരിക്കും പാതിരാത്രി മയൂരിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന വിരുന്നുകാർ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഊഹം പറഞ്ഞാലും മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കേൾക്കാൻ ശ്രമിക്കണേ.